VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, നേരത്തെ 176-ാമത്തെ ബൂത്തിൽ ASD ലിസ്റ്റിൽപ്പെട്ട 2 പേരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പോളിംഗ് ഏജന്റുമാർ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. അവരൊരു പക്ഷേ ഷിഫ്റ്റ് ചെയ്തവരാവാം. അവരുടെ വോട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് അവർ വന്ന് വോട്ട് ചെയ്ത് പോയതാവാം. അതുകൊണ്ടാണ് പോളിംഗ് ഏജന്റുമാർ അവിടെ ഒബ്ജക്ഷൻ ഉയർത്താത്തത്. കണ്ണകിയമ്മ സ്കൂളിൽ എന്താണ് അവസ്ഥ? പ്രശ്നബാധിത ബൂത്ത് ആണല്ലോ. കാര്യങ്ങളൊക്കെ സമാധാനപരമായി തന്നെയല്ലേ പുരോഗമിക്കുന്നത്? ഡോക്ടറിന് വളരെ സമാധാനപരമായി പുരോഗമിക്കുന്നു. പെട്ടെന്ന് വോട്ട് ചെയ്യാൻ പറ്റിയമ്മ? എത്ര നേരമായി വന്നിട്ട്? വന്നുടനെ വലിയ തിരക്കൊന്നുമില്ല. നേരത്തെ വലിയ തിരക്കൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ലാതെ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പുറത്തേക്കൊന്ന് വന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ആളുകളെയൊക്കെ ഓട്ടോറിക്ഷയിലും വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് സാധാരണഗതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ വോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്തില്ലേ? രാവിലെ ഒന്ന് വോട്ട് ചെയ്ത് പോയിട്ട് ചോറ് വെക്കാലോ. പോയിട്ട് വേണം ചോറ് വെക്കാൻ അല്ലേ? പിന്നെ 9 മണിയല്ലേ ആയിട്ടുള്ളൂ. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ്? കഴിച്ചിട്ടില്ല. ബ്രെഡും ചായയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇത് ഈ പോളിംഗ് ബൂത്തിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും അതുപോലെ സ്ത്രീകളും ആളുകളും പുരുഷന്മാരും ഒക്കെ വളരെ വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുന്നു. ഇവിടെ വേഗത കുറവ് എന്നൊരു പരാതി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. 3 ബൂത്തുകളാണ്, 56, 57, 58 ബൂത്തുകളാണ്. ഈ 58-ാമത്തെ ബൂത്ത് മാത്രമാണ് കാലിയായി കിടക്കുന്നത്. 58-ാമത്തെ ബൂത്തിൽ 900 വോട്ടർമാരാണ്, 928 വോട്ടർമാരാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഈ സ്കൂളിൽ കണ്ണകിയമ്മ സ്കൂളിലുള്ള 3 ബൂത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് 56-ാമത്തെ ബൂത്തിലാണ്. 1208 വോട്ടർമാർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1026 വോട്ടർമാരാണ് 57-ാമത്തെ ബൂത്തിലുള്ളത്. 58-ൽ മാത്രമാണ് കുറച്ച് കുറവ്, 900 സംതിങ് വോട്ടർമാരാണ് 58-ാമത്തെ ബൂത്തിലുള്ളത്. എന്നാൽ ഓരോ ബൂത്തിലും തിരക്കില്ലാതെ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. 184 ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടർ ടിവിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ബൂത്തിൽ നിന്നും ഓരോ റൗണ്ട് വീതം സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും ഓടി കവർ ചെയ്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നു. 7 ബൂത്തുകൾ പ്രശ്നസാധ്യതാ ബൂത്തുകളാണ്. ആ ബൂത്തുകളിൽ നടക്കം സമഗ്രമായ കവറേജാണ് റിപ്പോർട്ടർ ടിവി പോളിംഗ് ദിനത്തിൽ പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിന്റെ മുക്കിലും മൂലയിലുമുള്ള വോട്ടർമാരുടെയും പോളിംഗിന്റെയും ഒക്കെ സൂചനകളും വിവരങ്ങളും ദൃശ്യങ്ങളും വാർത്തകളും തത്സമയം പ്രേക്ഷകർക്ക് എത്തിച്ചു നൽകും. ഇതുവരെ ഈ മണിക്കൂർ വരെയും ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുവെന്നതേറെ ആശ്വാസകരം കൂടിയാണ്. 88-ാം നമ്പർ ബൂത്തിൽ മാത്രമാണ് ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നത്. അത് 2ാമത്തെ മെഷീൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതോടുകൂടി അതും പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ അല്പസമയത്തിനുള്ളിൽ മണപ്പുള്ളിക്കാവിലെ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തും. നേരത്തെ 40 മിനിറ്റോളം അദ്ദേഹം ക്യൂവിൽ നിന്നു. പക്ഷേ മെഷീനിലെ സാങ്കേതിക തകരാറ് കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ല.